അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും തടയാൻ പ്രത്യേക സെൽ രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി. നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ഇത്തരം പരാതികൾ പ്രത്യേക സെൽ വഴി കൈകാര്യം ചെയ്യണം. പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്നതുവരെ കാത്തു നിൽക്കേണ്ടതില്ല. നിയമനിർമ്മാണത്തിന് സർക്കാരിനെ നിർബന്ധിക്കാൻ പരിമിതികളുണ്ട്. 4 വർഷമായിട്ടും അന്തിമ തീരുമാനമെടുക്കാതെ നടപടികൾ നീണ്ടുപോവുകയാണെന്നും കോടതി നിരീക്ഷിച്ചു. വിവരങ്ങൾ നൽകാനായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എന്തൊക്കെയാണ് കോടതിയുടെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ? അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും തടയാനായിട്ട് പ്രത്യേക സെൽ രൂപീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാരിന് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൈകാര്യം ചെയ്യാൻ ഈ സെല്ല് മുഖാന്തരം കഴിയുമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രത്യേക സെല്ല് രൂപീകരിക്കാനായിട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിയമനിർമ്മാണം നടത്തുന്നതുവരെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇത്തരം വിഷയങ്ങളിൽ ഗൗരവകരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക സെൽ രൂപീകരിച്ച് ഈ ഒരു വിഷയം പരാതികൾ കൃത്യമായിട്ട് പരിഗണിച്ച് അതിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമനിർമ്മാണത്തിന് സർക്കാരിനെ നിർബന്ധിക്കാനായിട്ട് കോടതിക്ക് ചില പരിമിതികളുണ്ട്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ 4 വർഷമായിട്ട് ഹൈക്കോടതി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്തിമ തീരുമാനം എടുക്കാതെ നടപടികൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എന്തായാലും സർക്കാരിന് ഇപ്പോൾ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രത്യേക സെല്ല് രൂപീകരിച്ച് ഈ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിക്രമങ്ങൾ, ആഭിചാരങ്ങൾ ഇവയൊക്കെ തടയാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫെബ്രുവരി 10 വീണ്ടും പരിഗണിക്കുന്നുണ്ട്. രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.